നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ഗണപതി ഭഗവാന്റെ ഓരോ ഭാവത്തിലും ഓരോ നാമവുമുണ്ട്. വിഘ്നങ്ങളെ അകറ്റുന്നവനാകയാൽ വിഘ്നേശ്വരനെന്നും, ആനത്തലയുള്ളതിനാൽ ഗജാനനെന്നും, വലിയ ഉദരമുള്ളതുകൊണ്ട് ലംബോദരനെന്നും, ഒറ്റ കൊമ്പുള്ളതിനാൽ ഏകദന്തനെന്നുമൊക്കെയായി അനേകം വിശേഷണങ്ങളുള്ള ദേവതാരൂപമാണ് ഗണപതി. ഗണപതി എന്ന വാക്കിൽ നിന്നു തന്നെ ഗണേശ ഭഗവാന്റെ ഒരു പ്രത്യേക ഭാവം പ്രകടമാകുന്നുണ്ട്. ഗണത്തിൻ്റെ പതി എന്നാണ് ഗണപതി എന്ന വാക്കിൻ്റെ അർത്ഥം. ഗണമെന്നാൽ സമൂഹം എന്നർത്ഥവുമുണ്ട്. ദേവഗണത്തിൻ്റെയും ഭൂതഗണത്തിൻ്റെയും ഒക്കെ അധിപതി ആയതിനാലാണ് ഗണേശന് ഈ പേര് കിട്ടിയത്. നേതൃത്വം, ഭരണം, പോഷണം തുടങ്ങിയവയാണ് ഇങ്ങനെയുള്ള അധിപതിയുടെ ധർമ്മങ്ങൾ. താൻ നയിക്കുന്ന സമൂഹത്തിൻ്റെ വിജയം, അഭിവൃദ്ധി, സുഖം, ക്ഷേമം തുടങ്ങിയവ ഉറപ്പാക്കണം നേതൃസ്ഥാനത്തിരിക്കുന്ന ആൾ. സർവസമ്മതനും സ്വഭാവമഹിമ കൊണ്ട് ആകർഷകനുമായിരിക്കണം അയാൾ. തൻ്റെ കീഴിലുള്ളവർക്ക് പ്രഥമ പൂജനീയനായിരിക്കണം അദ്ദേഹം. അങ്ങനെയുള്ള നായകൻ്റെ കീഴിൽ സമൂഹം ഐക്യവും സ്ഥിരതയും ആർജിക്കും. ഈ തത്വമാണ് ഗണപതി ആരാധന മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. करस्थे माद्रौ गिरिशनिकटस्थे धनपदौ गृहस्थे स्वर्भुजामरसुरभिचिन्तामणिगणे शिरस्थे शीतांशौ चरणयुगलस्थेऽखिलशुभे कमर्थं दास्येऽहं भवतु भवदर्थं मम मनः. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. വ്യാകുലതയും ആകാംക്ഷയും കടന്ന് ഭഗവാന് എന്ത് സമർപ്പിക്കണമെന്ന പരാഭക്തന്റെ പ്രാർത്ഥനയാണ് ശ്രീ ശങ്കരാചാര്യർ രചിച്ച ശിവാനന്ദലഹരിയിലെ 27-ാം ശ്ലോകം വിവരിക്കുന്നത്. ഭഗവാന്റെ പാദഭക്തി കൊണ്ട് ലഭിക്കാത്തതൊന്നുമില്ല എന്ന് വിവരിക്കുന്ന ശ്ലോകം ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം. ശങ്കരകൃതികളിൽ ശിവാനന്ദലഹരിയിൽ 27-ാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ശ്ലോകങ്ങളിൽ പരാഭക്തിയുടെ തലത്തിലിരിക്കുന്ന ഭക്തൻ ഞാൻ എപ്പോൾ നിന്നെ കാണും, എപ്പോൾ നിന്നെ അനുഭവിക്കും എന്നിത്യാദി
ആകാംക്ഷയും വ്യാകുലതയും എല്ലാം സൂചിപ്പിച്ചു. ഇവിടെയാകട്ടെ തനിക്ക് എന്താണ് സമർപ്പിക്കാനുള്ളത് ഭഗവാന്, താൻ എന്ത് സമർപ്പിക്കുമെന്ന് ആലോചിക്കുകയാണ്. എന്താണ് ആലോചനയ്ക്ക് കാരണം? കരസ്ഥേ ഹേമാദ്രൗ ഗിരീശ നികടസ്ഥേ ധനപതൗ. ഹേ ഗിരീശ, അല്ലയോ ഗിരിയിൽ ശയനം ചെയ്യുന്നവനെ, പർവ്വതത്തിൽ നിവസിക്കുന്നവനെ, പരമേശ്വര, നിൻ്റെ കരസ്ഥിതമാണ് ഹേമാദ്രി. ഹിമാലയത്തിൽ അന്തർഭവിച്ച സ്വർണമയമായ അദ്രി നിൻ്റെ കയ്യിലാണ്. നികടസ്ഥേ ധനപതൗ, നികടസ്ഥനാണ് ധനപതി. ധനപതി എന്നാൽ കുബേരൻ. കുബേരൻ നിൻ്റെ നികടസ്ഥനാണ്, ഏറ്റവും അരികിലുള്ളവനാണ്. എന്ത് സേവയും ചെയ്യാൻ വേണ്ടി തയ്യാറായിക്കൊണ്ട് സേവകനായി നിൽക്കുകയാണ്. ഗൃഹസ്ഥേ സ്വർഭൂജാമരസുരഭിചിന്താമണിഗണേ, നിൻ്റെ ഗൃഹത്തിലാണ് സാക്ഷാൽ കൽപ്പവൃക്ഷമുള്ളത്, കാമധേനു ഉള്ളത്, ചിന്താമണിയുള്ളത്. ഇച്ഛിച്ചതെല്ലാം നൽകുന്നതാണ് ഈ മൂന്നും. അടിയിലിരുന്ന് എന്ത് സങ്കല്പിക്കുന്നു അതവന് ലഭിക്കുന്നു. ഭക്തൻ്റെ സകല കാമങ്ങളെയും കാമധേനു പ്രദാനം ചെയ്യുന്നു. ചിന്താമണി കൈവശമുള്ള ആൾ എന്ത് സങ്കല്പിക്കുന്നു അതവനുള്ളതാകുന്നു. ഇപ്രകാരമാണ് വിശ്വാസം. അപ്പോൾ ഈ മൂന്നും നിൻ്റെ ഗൃഹത്തിൽ നിലകൊള്ളുന്നു. മാത്രമോ ശിരസ്ഥേ ശീതാംശൗ, നിൻ്റെ ശിരസിൽ ശീതാംശു നിലകൊള്ളുന്നു. ശീതങ്ങളായ അംശുക്കളോട് കൂടിയവൻ. അംശു രശ്മി, ശീതങ്ങളായ രശ്മികളോട് കൂടിയവൻ ചന്ദ്രൻ. അപ്പം നിൻ്റെ ശിരസിലാണ് ചന്ദ്രൻ, സാക്ഷാൽ ചന്ദ്രൻ, അമൃത കിരണനായ ചന്ദ്രൻ നിലകൊള്ളുന്നത് നിൻ്റെ ശിരസിലാണ്. എന്ന് മാത്രമോ ചരണയുഗളസ്ഥേഖില ശുഭേ, എല്ലാവർക്കും എല്ലാ ശുഭങ്ങളും മംഗളങ്ങളും നൽകുന്നത് നിൻ്റെ രണ്ട് കാലുകളിലാണ്. നിൻ്റെ രണ്ട് കാലുകളിലാണ് സകല ലോകത്തിനും മംഗളങ്ങൾ നൽകുന്നതുള്ളത്. താത്പര്യം, ഭഗവാന്റെ പാദഭക്തി കൊണ്ട് ലഭിക്കാത്തതായ ഒന്നുമില്ല. ആ പാദപത്മങ്ങളിൽ ആർക്കാണോ ഭക്തിയുള്ളത് അയാൾ ഇച്ഛിക്കുന്നതൊക്കെ നേടുന്നു. അതുകൊണ്ട് പറയുകയാണ് ചരണയുഗളസ്ഥേ അഖില ശുഭതേ, അല്ലെങ്കിൽ അഖില ശുഭേ, എല്ലാ ശുഭങ്ങളും നിൻ്റെ ചരണങ്ങളിലാണ്. അപ്പോൾ ഇപ്രകാരം ചിന്തിച്ചപ്പോൾ പരമേശ്വരന് എല്ലാ സ്വാധീനങ്ങളാണ്. ഇനി നമ്മളായിട്ടൊന്നും സമർപ്പിക്കേണ്ടതില്ല. എന്ത് സമർപ്പിക്കാനാ? ഇതെല്ലാം കൈവശമുള്ള ആൾക്ക് ഇനി എന്ത് കൊടുക്കും? ഒരാൾക്ക് എന്തെങ്കിലും ഒന്നിൻ്റെ ന്യൂനതയുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഒരാൾക്കുള്ളത് തന്നെ വീണ്ടും കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്ത് കൊടുക്കും? അതാണ് ചോദ്യം ചോദിക്കുന്നത്. കമർത്ഥം ദാസ്യേഹം, അഹം കം അർത്ഥം ദാസ്യേ, ഞാൻ എന്ത് ദാനം ചെയ്യും? ഏതൊരർത്ഥത്തെയാണ് ഹേ പരമേശ്വര ഞാൻ നിനക്ക് തരിക? എല്ലാം നിനക്കുണ്ടല്ലോ, നിനക്കില്ലാത്തതൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യും? എന്ത് തരും? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയാണ്. ഭവദർത്ഥം മമ മനഃ ഭവതു, ഭവാന് വേണ്ടി എൻ്റെ മനസ്സിരിക്കട്ടെ, എൻ്റെ മനസ്സിനെ ഞാൻ ഭവാന് സമർപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ അന്ധഃകരണത്തെ ഭഗവാനിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് മനസ്സിനെ, സങ്കല്പവികല്പാത്മകമായ മനസ്സിനെ ഭഗവാനിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ള സാധന. അതിതാ ഞാൻ ചെയ്യുന്നു. എൻ്റെ മനസ്സ് അങ്ങേക്ക് എന്തെങ്കിലും ഉപകാരപ്പെടും, ഇതിന് ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. അതാണ് ഭവതു ഭവദർത്ഥം മമ മനഃ, ഭവദർത്ഥം ഭവാനായിക്കൊണ്ട്, മമ മനഃ ഭവതു എൻ്റെ മനസ്സ് ഭവിക്കട്ടെ.
ഇവിടെ താത്പര്യം ഈശ്വര ഭിന്നമായ ഒന്നും ഇനി മേലിൽ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഭാവന ചെയ്യുന്നില്ല. ഈശ്വര തത്വാനുസന്ധാനമല്ലാതെ മറ്റൊരു വിഷയവും ഇനി എൻ്റെ മനസ്സിനില്ല. അപ്പോൾ എന്തായി? ഈശ്വര തത്വാനുസന്ധാനത്തിൽ തന്നെ കഴിയുന്ന മനസ്സ് ഈശ്വരനായിക്കൊണ്ട് സമർപ്പിതമായെന്ന് പറയാം. ഇതാണ് ഇവിടുത്തെ ഭാവം. അപ്പം നേരത്തെ ഒരു പരാഭക്തൻ്റെ വ്യാകുലതയും ആകാംക്ഷയുമാണ് നമ്മളേറെ കണ്ടതെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് സർവസ്വ സമർപ്പണമാണ്. തൻ്റെ മനസ്സ് തന്നെ ഭഗവാന് സമർപ്പിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. തുടർന്ന് അടുത്ത ശ്ലോകം: സാരൂപ്യം തവ പൂജനേ ശിവമഹാദേവേതി സങ്കീർത്തനേ സാമീപ്യം ശിവഭക്തിധുര്യജനതാ സാംഗത്യ സംഭാഷണേ സാലോക്യം ചരാചരാത്മകതനുധ്യാനേ ഭവാനീപതേ സായുജ്യം മമ സിദ്ധമത്ര ഭവതി സ്വാമിൻ കൃതാർത്ഥോസ്മ്യഹം. തൻ്റെ കൃതാർത്ഥതയെ വെളിപ്പെടുത്തുകയാണ്. ഭക്തൻ്റെ അഥവാ പരാഭക്തൻ്റെ കൃതാർത്ഥതയെ വെളിപ്പെടുത്തുന്ന ശ്ലോകമാണിത്. എങ്ങനെയൊക്കെയാണ് ആ കൃതാർത്ഥത? നമുക്ക് ഓരോ പദമായിട്ട് പഠിക്കാം. അടുത്ത പ്രാവശ്യം ആവട്ടെ. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ. കളമൃദുസ്മിതം സുന്ദര